ഇതിനേക്കാൾ വലിയ പ്രളയത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മൾ കുറുകെ കടന്നിട്ടുമുണ്ട്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രതിസന്ധിയിൽ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന വേളയിൽ 18 ദിവസം അദ്ദേഹം ആ ചികിത്സ മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് തങ്ങി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് എല്ലാ ദിവസവും സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി എല്ലാ വകുപ്പ് മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും എല്ലാ ദിവസവും കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി പ്രോട്ടോകോൾ പുറത്തിറക്കി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓരോ ദിവസവും പരിഷ്കരിച്ച് കൃത്യമായി ഏകോപിപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. അതും 3-ാം ഘട്ടം ആരോഗ്യത്തിലെ അദ്ദേഹത്തെ അലട്ടിയിരുന്ന രോഗാവസ്ഥ കടക്കുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വിദഗ്ധ ചികിത്സ 18 ദിവസം മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് തങ്ങിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ ഏകോപിപ്പിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഇതിനേക്കാൾ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള ആ പ്രളയത്തെ നമ്മൾ മുറിച്ചു നീന്തിയത് അങ്ങനെയുള്ള ഒരു ഏകോപനം കൂടിയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ വീണ്ടും നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, വീണ്ടും ഒരു സർക്കാർ വന്നിരിക്കുന്നു, വീണ്ടും പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്നത്തെ പ്രളയസമാനമായ സാഹചര്യത്തിൽ ഇന്നലെ രാവിലെ നമ്മൾ ഈ വാർത്താ സംപ്രേഷണം ആരംഭിക്കുമ്പോൾ, അതായത് രാവിലെ 7 മണിക്ക് ഈ സംപ്രേഷണം നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഇന്നലെ ആലുവയിലാണ്, എറണാകുളത്താണ് ഈ സമയത്തുള്ളത്. അതായത് ഈ വാർത്ത പുറത്തേക്ക് വരുന്ന സമയത്ത് ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും പ്രളയസമാനമായ സാഹചര്യം എന്നാണ് നമ്മളടക്കമുള്ള ചാനലുകൾ രാവിലെ 6 മണി മുതൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി തെക്കോട്ടുള്ള വണ്ടിയല്ല പിടിച്ചത്, പകരം ആലുവയിലേക്ക് അവിടെ ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നോക്കൂ. അദ്ദേഹം 10:30 ഈ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് അടുത്ത സ്വകാര്യ പരിപാടിക്ക് പോകുമ്പോൾ നമ്മളുടെ ടെലിവിഷൻ ചാനലുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയത്ത് പൂഞ്ഞാറിൽ പയ്യാരത്തോട് നിന്ന് ജോസഫ് എന്ന ചെറുപ്പക്കാരന്റെ മൃതദേഹം കണ്ടെടുത്തു, അദ്ദേഹത്തിന്റെ അമ്മയുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു എന്നായിരുന്നു. ഇടുക്കി കുടയത്തൂരിൽ അടൂർമലയിൽ സുമതി എന്ന സ്ത്രീയെ അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും വാഗമൺ കോലാഹലമേട്ടിൽ പ്രഭാകരൻ നായരെ കണ്ടെത്തിയെന്നുമായിരുന്നു. സമയത്താണ് മുഖ്യമന്ത്രി വീണ്ടും വടക്കോട്ട് യാത്ര നടത്തുന്നതും സ്വകാര്യ പരിപാടികളിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കുന്നതും. ഇതിനെ കേവലം ഔചിത്യക്കുറവെന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ മതിയോ എന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്.